ഗൈസ്, ഹുക്കൊന്നും തരാൻ നിൽക്കുന്നില്ല, നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. Depreciation, the systematic allocation of the cost of a tangible asset such as machinery, buildings or furniture over its useful life is called depreciation. ഈ പറഞ്ഞൊന്നും മലയാളത്തിൽ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോ. ഒരു ബിസിനസ്സിന് വേണ്ടി ഒരു വ്യക്തിക്ക് ഒരുപാട് അസറ്റ്സ് വാങ്ങേണ്ടി വരും. അത് ബിൽഡിങ്ങോ കാറോ കമ്പ്യൂട്ടറോ മെഷീൻസോ ഒക്കെ ആവാം. കാലപ്പഴക്കം കൊണ്ടോ ഔട്ട്ഡേറ്റഡ് ആവുന്നത് കൊണ്ടോ നിങ്ങൾ വാങ്ങുന്ന ഇത്തരം വസ്തുക്കളുടെ മൂല്യം ക്രമേണ കുറഞ്ഞു വരും. ഈ പ്രോസസ്സിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഏറെക്കുറെ. ബാക്കി വഴിയെ മനസ്സിലാവും. അപ്പൊ അക്കൗണ്ടിങ് ടേംസിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് കോസ്റ്റിനെ ഒന്നാകെ ഒരൊറ്റ ഇയറിലെ കോസ്റ്റ് ആയല്ല കണക്കാക്കുക. ആ സാധനം ഉപയോഗിക്കുന്ന മൊത്തം കാലയളവിന്റെ അടിസ്ഥാനത്തിലാണ് കോസ്റ്റ് കണക്കാക്കുന്നത്. ഡിപ്രീസിയേഷൻ എങ്ങനെ കാണാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു എന്ന് കരുതുക. ആദ്യം അതിന്റെ ടോട്ടൽ കോസ്റ്റ് കണക്കാക്കണം. അതായത് പ്രൊഡക്റ്റിന്റെ പ്രൈസും ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസും ഇൻസ്റ്റലേഷൻ ചാർജും ഉണ്ടെങ്കിൽ അതും ഒക്കെ ചേർത്താണ് ടോട്ടൽ കോസ്റ്റ് കാണേണ്ടത്. അതിനുശേഷം ആ പ്രൊഡക്റ്റിന്റെ ഒരു എസ്റ്റിമേറ്റഡ് ലൈഫ് ടൈം അസ്യൂം ചെയ്യുക. പിന്നെ അതിന്റെ സ്ക്രാപ്പ് വാല്യൂ കാണുക. അതായത് ആ പ്രൊഡക്റ്റ് പഴകി ഉപയോഗശൂന്യമായ സാഹചര്യത്തിലുള്ള അതിന്റെ വാല്യൂ. ഇനി ഫോർമുല നോക്കാം. 3 മെത്തേഡ്സ് ആണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, റിട്ടൺ ഡൗൺ വാല്യൂ, യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓരോന്നായി പറഞ്ഞുതരാം. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഓർ SLM എന്നാൽ എല്ലാ വർഷവും ഒരേ എമൗണ്ട് വെച്ച് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന രീതിയാണ്. റിട്ടൺ ഡൗൺ വാല്യൂ ഓർ WDVയിൽ ആദ്യ വർഷം കൂടുതലും തുടർന്നുള്ള വർഷങ്ങളിൽ കുറവായിരിക്കും ചാർജ് ചെയ്യുക. യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷനിൽ യൂസേജിനോ ഔട്ട്പുട്ടിനോ അനുസരിച്ചാണ് എമൗണ്ട് ചാർജ് ചെയ്യുക. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്ത് ആനുവൽ ഡിപ്രീസിയേഷൻ കാണുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ പെർ ഇയർ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അസെറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഹോൾ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. അതെന്താ മറ്റേ അക്കൗണ്ടിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാത്തത്? ഗുഡ് ക്വസ്റ്റ്യൻ. എന്താണെന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ കാണാൻ ഏറ്റവും സിമ്പിളും പ്രാക്ടിക്കലും ആയ മെത്തേഡ് SLM ആണ്. എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണല്ലോ ഡിപ്രീസിയേറ്റ് ആവുന്നത്. സോ ഒരു ഫോർമുല ഉണ്ടാക്കാൻ വലിയ മെനക്കെടില്ല. മറ്റു രണ്ടും അങ്ങനെയല്ല, ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. റെക്കോർഡ്സിൽ ഡിപ്രീസിയേഷനെ ഒരു എക്സ്പെൻസ് ആയാണ് രേഖപ്പെടുത്തുക. ബാലൻസ് ഷീറ്റിൽ നിന്ന് ഐറ്റംസിന്റെ വാല്യൂ ഓരോ ഇയറും റെഡ്യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരുമോ? 1 ലക്ഷം രൂപയുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയെന്ന് കരുതുക. 10 വർഷത്തേക്കാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗം കഴിഞ്ഞ ശേഷം 10,000 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ ഇയർലി ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് വെച്ചാൽ 1 lakh minus 10,000 ഹോൾ ഡിവൈഡഡ് ബൈ 10 is equal to 9,000. എല്ലാ വർഷവും മെഷീൻ വാല്യൂ ആയി 9,000 രൂപ അക്കൗണ്ടിൽ നിന്ന് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആയി ചാർജ് ചെയ്യും. 10 വർഷത്തിന് ശേഷം റെക്കോർഡ്സിലെ വാല്യൂ 10,000 രൂപയായിരിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ അത്രയേ ഉള്ളൂ. ബിസിനസിന്റെ കാര്യത്തിൽ അക്കൗണ്ട്സ് പ്രോപ്പർ ആക്കാൻ ഡിപ്രീസിയേഷൻ കോൺസെപ്റ്റിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനാൽ റിയൽ ലൈഫിലും നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയേക്കാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. മറ്റൊരു കോൺസെപ്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ ദെൻ.